ഇന്ന് ചോറ്റാനിക്കര ക്ഷേത്രമിരിക്കുന്ന സ്ഥലം ഒരു കൊടും കാടായിരുന്നു. ആദിവാസികളായ മലയരന്മാരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അവർ അവിടെ മൃഗങ്ങളെ വേട്ടയാടിയും കായ്കനികളും ഒക്കെ ഭക്ഷിച്ചായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. ഈ മലയരന്മാർ തങ്ങളുടേതായ രീതിയിൽ ആദിപരാശക്തിയെ ആരാധിച്ചിരുന്നു. ഈ കഥ നടക്കുന്ന കാലത്ത് അവരുടെ നേതാവായിരുന്നു കണ്ണപ്പൻ. അയാൾ അതിദുഷ്ടനും അതിക്രൂരനുമായിരുന്നു. അടുത്ത ഗ്രാമങ്ങളിൽ പോയി പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവരികയും അവയിൽ ഏറ്റവും ലക്ഷണമൊത്ത ഒന്നിനെ കാളിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതിൻ്റെ മാംസം തൻ്റെ അനുയായികൾക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യും. കഥ നടക്കുന്ന കാലമായപ്പോഴേക്കും കണ്ണപ്പൻ്റെ ഭാര്യ അകാലത്തിൽ മരിച്ചിരുന്നു. അയാൾക്ക് ആകെ കൂടി ഉണ്ടായിരുന്നത് ഒരു മകൾ മാത്രമായിരുന്നു. അവളെ അയാൾ മനസ്സുറന്ന് സ്നേഹിച്ചിരുന്നു. തൻ്റെ അച്ഛൻ ഈ മൃഗബലി നടത്തുന്നതും നാട്ടിൽ പോയി പശുക്കളെയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് വരുന്നതും ഒന്നും ആ കുട്ടിക്ക് ഇഷ്ടമല്ലായിരുന്നു. എങ്കിൽ പോലും പ്രതാപശാലിയായ അച്ഛനോട് എന്തു പറയാൻ. ഒരു ദിവസം അവരുടെ കുടിലിലേക്ക് ഒരു പശു വന്നു. ഈ പശുവിൻ്റെ മുഖത്ത് അതീവ തേജസ് ഉണ്ടായിരുന്നു. ഈ പശുവിനെ കണ്ണപ്പൻ്റെ മകൾ സ്വന്തമാക്കി. അതിനുശേഷം അതിനെ വളർത്താൻ തുടങ്ങി. പതിവ് തെറ്റിച്ച് കണ്ണപ്പനും ആ പശുവിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഈ സംഭവം കണ്ണപ്പൻ്റെ അനുയായികളെ ഞെട്ടിച്ചു. എന്നാലും അവർ ഒന്നും തന്നെ പറഞ്ഞില്ല. അങ്ങനെ കുറേ കാലം കടന്നു ചെന്നപ്പോൾ കണ്ണപ്പന് നാട്ടിൽ പശുക്കളെയൊന്നും കിട്ടാതെയായി. ഗത്യന്തരമില്ലാതെ അയാൾക്ക് കാളിക്ക് ബലി കൊടുക്കാനായി തൻ്റെ മകളുടെ പശുവിനെ കൊടുക്കേണ്ടി വന്നു. ഇതറിഞ്ഞ മകൾ കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞു, കാളിക്ക് ബലി കൊടുക്കേണ്ടത് എന്നെയാണ്, ആ പശുവിനെ അല്ല എന്ന് പറയുകയുണ്ടായി. ഇതോടെ കണ്ണപ്പൻ ഒന്ന് മാറി ചിന്തിക്കുകയും അയാൾ അതോടെ മൃഗബലി നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ പൂർവ്വജന്മത്തിൻ്റെ കർമ്മഫലം എന്നോണം ഒരു ദിവസം അയാളുടെ മകൾ അകാലത്തിൽ മരിച്ചു. ഈ സംഭവം അയാളെ ഒത്തിരി വേദനിപ്പിച്ചു. പക്ഷേ മകളുടെ പശുവിനെ വളർത്തി അയാൾ ശിഷ്ടകാലം ജീവിച്ചു. അങ്ങനെയിരിക്കെ ഒരു രാത്രി കണ്ണപ്പൻ ഒരു വിചിത്രമായ സ്വപ്നം കണ്ടു. തൊഴുത്തിൽ തൻ്റെ പശു ഒരു കല്ലായി കിടക്കുന്നു. അടുത്തു തന്നെ മറ്റൊരു കല്ലുമുണ്ട്. അവയ്ക്കടുത്തായി ഒരു സന്യാസിയും ഇരിപ്പുണ്ട്. പിറ്റേ ദിവസം രാവിലെ കണ്ണപ്പൻ തൊഴുത്തിൽ പോയി നോക്കിയപ്പോൾ ആ സ്വപ്നം യഥാർത്ഥമാണെന്ന് കണ്ടു. കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ കണ്ണപ്പൻ നിലവിളിച്ചു. അപ്പോൾ തന്നെ അവിടെ കണ്ണപ്പൻ സ്വപ്നത്തിൽ കണ്ട സന്യാസി അവിടെ എത്തി. കണ്ണപ്പനോട് പറഞ്ഞു, കണ്ണപ്പ, നീ ഒരു പുണ്യപുരുഷനാണ്. സാക്ഷാൽ മഹാലക്ഷ്മിയാണ് നീ ഇവിടെ ഇത്രയും നാൾ പശുവായി പോറ്റിപ്പോന്നത്. അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ശിലയും ഉണ്ടായിരുന്നു. അത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. നീ നിത്യവും ഇവിടെ ആരാധന നടത്തുക. കാലാന്തരത്തിൽ ഈ സ്ഥലം ഒരു വലിയ മഹാക്ഷേത്രമായി ഉയരും. ഇത്രയും പറഞ്ഞ ശേഷം സന്യാസി അവിടുന്ന് പോയി. കണ്ണപ്പനും കണ്ണപ്പൻ്റെ അനുയായികളും ആ തൊഴുത്ത് വൃത്തിയാക്കുകയും അവിടെ ആരാധന തുടങ്ങുകയും ചെയ്തു. കാലങ്ങൾ കടന്നുപോയി. അതിനിടയിൽ കണ്ണപ്പനും അനുചരന്മാരും ഒക്കെ കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞു. അവർ പൂജിച്ചിരുന്ന ലക്ഷ്മി നാരായണ ചൈതന്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാട് പിടിച്ചു കിടന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും കുറേ ആളുകൾ വന്ന് അവിടെ പുല്ല് പറിക്കുമായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീ പുല്ല് ചെത്താനായി താൻ കൊണ്ടുവന്ന അരിവാൾ ഒരു കല്ലിൽ ഉരച്ചു. അപ്പോൾ അവിടെ നിന്ന് രക്തപ്രവാഹമുണ്ടായി. ഈ കാഴ്ച കണ്ട് അവൾ ഭയന്നു വിളിച്ചു. ഉടൻ തന്നെ സംഘത്തിലെ മറ്റുള്ളവർ അവിടുത്തെ നാട്ടുപ്രമാണിയും താന്ത്രികാചാര്യനുമായിരുന്ന ഏടാട്ട് നമ്പൂതിരിയെ ഈ വിവരം അറിയിച്ചു. അദ്ദേഹം ഉടൻ തന്നെ അവിടെ എത്തി. ഒരു ജ്യോത്സ്യർ കൂടിയായിരുന്ന ഏടാട്ട് നമ്പൂതിരി പ്രശ്നം വെച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങൾ തന്നെയാണ് അവയെന്ന് കണ്ടെത്തി. നമ്പൂതിരി ഉടൻ തന്നെ ചിരട്ടയിൽ നിവേദ്യം സമർപ്പിച്ചു. ഇതുമൂലം ഇന്നും രാവിലെ നിവേദ്യം ചിരട്ടയിലാണ് ദേവിക്ക് സമർപ്പിക്കുന്നത്. പിന്നീട് അവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വന്നു. ഇന്ന് ചോറ്റാനിക്കര അമ്മയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു കണ്ണപ്പൻ്റെ കുടിൽ നിന്നിരുന്ന സ്ഥലം. ഇപ്പോൾ പവിഴമല്ലിത്തറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കണ്ണപ്പൻ്റെ തൊഴുത്തു നിന്നിരുന്ന സ്ഥലമാണ്.
ആദ്യമായി ദേവി കുടികൊണ്ട ഭാഗമെന്നതിനാൽ ഇവിടം ഇന്ന് ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. കണ്ണപ്പൻ്റെ ഗുരുതിത്തറയായിരുന്നു ഇന്നത്തെ കീഴ്ക്കാവ് ക്ഷേത്രം. ഇവിടെ ഗുരുതി പൂജ നടത്തുന്നത് ഈയൊരു സങ്കല്പം കൂടി വെച്ചാണ്.